my dear friends, a very good morning to all. Once again, welcome back to my new video. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ ഡിസ്കസ് ചെയ്ത് വെച്ചത്? ലെറ്റർ റൈറ്റിംഗ് അല്ലേ? ലെറ്റർ റൈറ്റിംഗിന്റെ ഫോമാറ്റ്, അതായത് 2 types ഓഫ് ലെറ്റർ ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഇൻഫോർമൽ ലെറ്റർ ആൻഡ് ഫോർമൽ ലെറ്റർ. അതിൽ ഇൻഫോർമൽ ലെറ്ററിന്റെ ഫോമാറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ. നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഫോർമൽ ലെറ്റർ പഠിക്കണ്ടേ? നമുക്ക് എക്സാമിന് ഇൻഫോർമൽ ലെറ്റർ മാത്രമല്ല അല്ലേ വരുക, ഫോർമൽ ലെറ്റർ കൂടെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഫോർമൽ ലെറ്ററും ക്വസ്റ്റ്യൻസ് ആയിട്ട് വരും. നമുക്ക് ഫോർമൽ ലെറ്ററിനും ഫുൾ മാർക്സ് സ്കോർ ചെയ്യണ്ടേ? ഇൻഫോർമൽ ലെറ്റർ മാത്രമല്ല, ഫോർമൽ ലെറ്ററിനും നമുക്ക് ഫുൾ മാർക്സ് സ്കോർ ചെയ്യണം. ഓക്കെ, ആർ യു റെഡി? ലെറ്റ്സ് മൂവ് ഓൺ ദ ടോപ്പിക് ഫോർമൽ ലെറ്റർ. നമുക്ക് നോക്കാം ഫോർമൽ ലെറ്ററിന്റെ ഫോർമാറ്റ് നോക്കാം. എന്തൊക്കെ കാര്യങ്ങളാണ് ഫോർമൽ ലെറ്ററിന് വേണ്ടത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ആദ്യമേ പറഞ്ഞു ഫോർമൽ ലെറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ഫോർമൽ ലെറ്റർ എന്ന് പറഞ്ഞാൽ ഫോർ ഒഫീഷ്യൽ പർപ്പസ് ഓൺലി, അതായത് മാനേജർക്ക്, പ്രിൻസിപ്പളിന്, ലെറ്റർ ടു ദ എഡിറ്റർ, അങ്ങനെയുള്ളവർക്ക്, അതായത് നമ്മൾ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അയക്കുന്ന ലെറ്റർ ആണ് ഫോർമൽ ലെറ്റർ. അതിന് നമ്മൾ സുഖമാണോ, എന്താടാ വിശേഷം, നിനക്ക് വീട്ടിലല്ലേ, എല്ലാവർക്കും സുഖല്ലേ, എങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കോ? ഇല്ല അല്ലെ? ഫോർമാലിറ്റി കീപ്പ് ചെയ്യും നമ്മൾ. 10th എക്സാമിന് കൂടുതലായിട്ടും ലെറ്റർ ടു ദ എഡിറ്റർ, അതുപോലെ തന്നെ പ്രിൻസിപ്പൾ, മാനേജേഴ്സിനൊക്കെ അയക്കാനാണ് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻ വരല്. ഒരു 90% ലെറ്റർ ടു ദ എഡിറ്ററിന് അയക്കാനാണ് ക്വസ്റ്റ്യനിൽ ഉണ്ടാവുക. ഓക്കെ, 8th 9th 10th ഫോർമൽ ലെറ്റർ മസ്റ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. ഇത് നമുക്ക് ഫോർമൽ ലെറ്ററിന്റെ ഏതൊക്കെ സ്റ്റെപ്സ് ആണ് ഫോളോ ചെയ്യേണ്ടത് നോക്കാം. ഫസ്റ്റ് വൺ സെൻഡേഴ്സ് അഡ്രസ്, സെക്കൻഡ് വൺ ഡേറ്റ്, ഒരു പെർട്ടിക്കുലർ, അതായത് എഴുതുന്ന ഡേറ്റ് നമ്മൾ മെൻഷൻ ചെയ്യണം. ദെൻ റിസീവേഴ്സ് അഡ്രസ്, ദെൻ സബ്ജക്ട്, സാലുട്ടേഷൻ, ഇൻട്രൊഡക്ഷൻ, മെയിൻ ബോഡി, കൺക്ലൂഷൻ, ദെൻ സൈനിങ് ഓഫ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഒരു ഫോർമൽ ലെറ്ററിന് ഉണ്ടാവേണ്ടത്. നമുക്ക് ഒന്നുകൂടെ പറയാം. സെൻഡേഴ്സ് അഡ്രസ്, അതായത് ആരാണോ അയക്കുന്നത് അവരുടെ അഡ്രസ്. ദെൻ ഡേറ്റ്. റിസീവേഴ്സ് അഡ്രസ്, ആർക്കാണോ നമ്മൾ അയക്കുന്നത് അവരുടെ അഡ്രസ്. ദെൻ സബ്ജക്ട്. ഫോർ എക്സാമ്പിൾ നമ്മളൊരു ലെറ്റർ ടു എഡിറ്റർക്കാണ് അയക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളെ സൊസൈറ്റിയിൽ ഒരു ഇഷ്യൂ മെൻഷൻ ചെയ്തിട്ടാണ് എഡിറ്റോറിയൽ കോളത്തിൽ വരാൻ വേണ്ടി നമ്മൾ ലെറ്റർ ടു ദ എഡിറ്ററിന് അയക്കുന്നത്. ആ ഒരു പ്രശ്നം എത്തിച്ചിട്ട് ഒരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലെറ്റർ ടു ദ എഡിറ്ററിന് അയക്കുന്നത് അല്ലേ. അപ്പോൾ സബ്ജക്ട് മാറ്ററൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അത്രയും ബ്രീഫ് ആയിരിക്കണം. സബ്ജക്റ്റ് കൊടുക്കുമ്പോൾ ആ ഒരു ലെറ്റർ വായിക്കുമ്പോൾ തന്നെ ആ എഡിറ്റർക്ക് എന്ത് മനസ്സിലാവണം? പെട്ടെന്നൊരു ഇംപ്രഷൻ കീപ്പ് ചെയ്യണം. ഒരുപാട് വലിച്ച് വാരി എഴുതാതെ സബ്ജക്റ്റ് ഷോർട്ട് ആക്കിയിട്ട് എഴുതുക. ക്ലിയർ? അതാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മുടെ നാട്ടിലൊരു ജോണ്ടിസ്, മഞ്ഞപ്പിത്തം ഒരുപാട് സ്പ്രെഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ നമ്മൾ സബ്ജക്റ്റ് ആയിട്ട് എന്ത് എഴുതാൻ കൊടുക്കണം? സ്പ്രെഡ് ഇൻ ഓൾ ലൊക്കാലിറ്റി. അങ്ങനെ ഷോർട്ട് ആയിട്ട്. ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ലെറ്റർ ടു ദ എഡിറ്റർക്ക് എഴുതുന്നുണ്ടെങ്കിൽ അത്രയും ബ്രീഫ് ആൻഡ് ഷോർട്ട് ആയിട്ട് വേണം സബ്ജക്റ്റ് പ്രസന്റ് ചെയ്യാൻ വേണ്ടി. കാരണം എന്താ, അവിടെ ലെറ്റേഴ്സ് അവർക്ക് വരുമല്ലേ. അപ്പൊ പെട്ടെന്ന് ഒരു ലെറ്റർ കാണുമ്പോൾ പെട്ടെന്ന് തന്നെ അവരെ കണ്ണിൽ ക്യാച്ച് ചെയ്യാൻ പറ്റും. ക്യാച്ച് ദ റീഡേഴ്സ് അറ്റൻഷൻ, അങ്ങനെ പറ്റുന്ന റീഡേഴ്സിന്റെ അറ്റൻഷൻ പിടിച്ചു പറ്റുന്ന രീതിയിൽ ബ്രീഫ് ആൻഡ് ഷോർട്ട് ആയിരിക്കണം സബ്ജക്ട്. റോഡ്സിനെ പറ്റിയിട്ടാണ് പറയുന്നുണ്ടെങ്കിൽ എൻ്റെ വീടിന്റെ അടുത്ത് ഇങ്ങനെ ഒരു ഡാമേജ്, എൻ്റെ വീടിന്റെ തൊട്ടടുത്ത് ഇന്ന സ്ഥലത്ത് ഇന്ന ഭാഗത്ത് റോഡ് ഡാമേജ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ പാടില്ല. എന്ത്? സബ്ജക്ട് മാറ്റർ. കാരണം പെട്ടെന്ന് അവര് വായിച്ചു നോക്കൂല. റീഡേഴ്സ് അറ്റൻഷൻ കിട്ടുന്ന രീതിയിലുള്ള ഒരു ബ്രീഫ് ആൻഡ് ഷോർട്ട് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് ഉണ്ടാവേണ്ടത്. ദെൻ നോക്കിയേ, നെക്സ്റ്റ് സാല്യൂട്ടേഷൻ. സർ അല്ലെങ്കിൽ മാഡം എന്ന് പറഞ്ഞിട്ട് നമ്മൾ സാല്യൂട്ട് ചെയ്യണം. ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് എങ്ങനെയുള്ളതായിരിക്കണം? നമ്മൾ പറഞ്ഞ സബ്ജക്ട് മാറ്റർ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് എന്ത് കാരണത്താലും ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. അതിനെപ്പറ്റി കൂടുതൽ നേരത്തെ നമ്മൾ ഷോർട്ടായിട്ട് പറഞ്ഞു. റീഡേഴ്സ് അറ്റൻഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ ഷോർട്ട് ആൻഡ് ബ്രീഫ് ആയിട്ട് കാര്യം അവതരിപ്പിക്കുക. ദെൻ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടെ അത് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി അത് എന്നാ പ്രശ്നം സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് കൊടുക്കേണ്ടത്. എങ്ങനെ, ഏത് രീതിയിൽ? റൈറ്റിംഗ് ദിസ് ലെറ്റർ ടു യു ബിക്കോസ് ഓഫ് കാരണം എന്ന് പറഞ്ഞിട്ട് നമ്മളത് സ്റ്റാർട്ട് ചെയ്യും. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് മെയിൻ ബോഡി. എന്താണോ നമ്മൾ പറഞ്ഞ സബ്ജക്റ്റ് അത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക, എക്സ്പാൻഡ് ചെയ്ത് പറയാം. അത് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ. എൻ്റെ സൊസൈറ്റിയിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അത് ഇന്ന കാരണത്താലാണ്, അങ്ങനെ പറഞ്ഞ് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക. അതിൽ നിങ്ങളെ വ്യൂസും നമ്മൾ എഴുതുന്ന റൈറ്ററുടെ വ്യൂസും ഇങ്ങനെയുള്ളത് കൊണ്ടാണ് ഇത് ഇങ്ങനെയൊക്കെ മാറ്റം വരുത്താൻ പറ്റും, ഇങ്ങനെയൊക്കെ ചെയ്താൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇങ്ങനെയൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് റൈറ്റേഴ്സ് വ്യൂ വെച്ചിട്ട് നമ്മൾ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. ഓക്കെ, നമ്മുടെ വ്യൂ പോയിന്റും അതിൽ കൊടുക്കാം. ദെൻ കൺക്ലൂഷൻ. എങ്ങനെയാണ് നമ്മൾ കൺക്ലൂഡ് ചെയ്യാം? ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞത് എൻ്റെ ഒപ്പം ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നിങ്ങളെ പോലുള്ള റെസ്പെക്റ്റഡ് ആയ ആൾക്കാർ, അത് നിങ്ങൾ ആ ഒരു ന്യൂസ് പേപ്പറിൽ ഇത് വന്നു കഴിഞ്ഞാൽ ഇത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അങ്ങനെ നമുക്ക് എല്ലാവർക്കും അത്
യൂസ്ഫുൾ ആയിരിക്കും, എല്ലാവർക്കും അതിലൊരു നല്ല മാറ്റം ഉണ്ടാവും, നിങ്ങളെ ന്യൂസ് പേപ്പറിൽ അത് വന്നു കഴിഞ്ഞത് എല്ലാവരിലേക്കും എത്തും, അങ്ങനെ നമുക്ക് ഈ ഒരു പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞാൽ അവരൊന്ന് ജസ്റ്റ് സോപ്പ് ഇടുക. ഓക്കെ, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ എൻഡ് അപ്പ് ചെയ്യുക, കൺക്ലൂഡ് ചെയ്യുക. ദെൻ ലാസ്റ്റ് സൈനിങ് ഓഫ്. എന്താണ്? യുവർ സിൻസിയർലി, യുവർ ഫെയ്ത്ത്ഫുള്ളി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സൈനിങ് ഓഫ്, സൈൻ ചെയ്യുക. നെയിമും കൊടുക്കുക. ഓക്കെ, ഇത്രയുമാണ് ഒരു ഫോർമൽ ലെറ്ററിന്റെ ഫോർമാറ്റ്. ഓക്കെ, നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പഠിക്കാം. ഒരു പെർട്ടിക്കുലർ എക്സാമ്പിൾ ഞാൻ എന്നാ ഇഷ്യൂ തരുന്നില്ല, അത് എങ്ങനെ നമുക്കൊരു ആ ഒരു ലെറ്ററിന്റെ ഫോർമാറ്റിലേക്ക് എഴുതാന്ന് ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്താ പറഞ്ഞത്? സെന്റേഴ്സ് അഡ്രസ്. ഇപ്പൊ ഇവിടെ നമ്മൾ എന്ത് കൊടുക്കും? ABCD കേരള അല്ലെങ്കിൽ കണ്ണൂർ അല്ലെങ്കിൽ ബാംഗ്ലൂർ. ഡേറ്റ് 10th October 2021 അങ്ങനെ എന്തെങ്കിലും ഡേറ്റ് കൊടുക്കുക. ദെൻ റിസീവേഴ്സ് അഡ്രസ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ലെറ്റർ ടു ദ എഡിറ്റർക്ക് എഴുതുന്നുണ്ടെങ്കിൽ ദ എഡിറ്റർ എന്ന് പറയാം. എന്താ പറയുക? പേരല്ല കേട്ടോ പറയേണ്ടത്. നമ്മളിപ്പോ പ്രിൻസിപ്പൾ ആണെങ്കിൽ ഡിയർ രാമകൃഷ്ണൻ സാർ, അങ്ങനെ നമ്മൾ പേരല്ല പറയേണ്ടത്. ദ എഡിറ്റർ. ദെൻ ന്യൂസ് പേപ്പർ നെയിം, ദ ഹിന്ദു അല്ലെങ്കിൽ മലയാള മനോരമ, മാതൃഭൂമി, ഏതാണോ വെച്ചാൽ ഇപ്പം പ്രിൻസിപ്പളിനെ എഴുതുന്നുണ്ടെങ്കിൽ എന്താണ്? ദ പ്രിൻസിപ്പൾ. ഏത് GHSS മട്ടന്നൂർ, അങ്ങനെ ഏതാ വെച്ചാൽ അതൊന്ന് മെൻഷൻ ചെയ്യുക. ദെൻ തല എഴുതുക. അപ്പം ബാംഗ്ലൂർ ആണെങ്കിൽ ബാംഗ്ലൂർ, കണ്ണൂർ ആണെങ്കിൽ കണ്ണൂർ, കേരള, അങ്ങനെ ഏതാന്ന് വെച്ചാൽ എഴുതാം. ദെൻ നെക്സ്റ്റ് എന്താ? സബ്ജക്ട്. ഞാൻ പറഞ്ഞു സബ്ജക്ട് ബ്രീഫ് ആയിട്ട് പറയാം, ഷോർട്ട് ആയിട്ട് പറയാം. റീഡേഴ്സ് അറ്റൻഷൻ ക്യാച്ച് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മളെ സബ്ജക്ട്. ക്ലിയർ? ദ നെക്സ്റ്റ് വൺ സാലുട്ടേഷൻ. എന്താ പറയാ? സർ അല്ലെങ്കിൽ മേഡം എന്ന് പറഞ്ഞിട്ട് എഴുതുക. സർ അല്ലെങ്കിൽ മേഡം. സർ നമുക്ക് ഇവിടെ കൊടുക്കാം. ദെൻ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. 2-3 സെന്റൻസ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഏതൊക്കെ ഒന്ന് നോക്കിയേ. ഇൻട്രൊഡക്ഷൻ എന്ന സ്റ്റാർട്ടിംഗ് പാരഗ്രാഫ്. റൈറ്റിംഗ് ദിസ് ലെറ്റർ ടു യു ബിക്കോസ് ഐ ആം റൈറ്റിംഗ് ദിസ് ലെറ്റർ ടു യു എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ ബിക്കോസ് കാരണം പറയാ. ദെൻ അല്ലെങ്കിൽ ഐ ആം റൈറ്റിംഗ് ടു എക്സ്പ്രസ് മൈ വ്യൂ ഓൺ, അങ്ങനെ പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇങ്ങനെ പറയാം. ഐ ആം റൈറ്റിംഗ് ടു കംപ്ലൈൻ ദാറ്റ്, അങ്ങനെ പറയാം. അല്ലെങ്കിൽ ഇങ്ങനെ ഐ ആം റൈറ്റിംഗ് ടു ഇൻഫോം യു ദാറ്റ്. അത് നിങ്ങൾ ഇഷ്ടം, അതിൽ ഏതാണോ നിങ്ങൾക്ക് സ്യൂട്ടബിൾ, നിങ്ങൾക്ക് ഏതാണോ പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നത്, ഏത് ഈ 3 ഏതായാലും നിങ്ങൾക്ക് ചൂസ് ചെയ്തിട്ട് ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് മെയിൻ ബോഡിയിൽ നിങ്ങൾ ഇങ്ങനെ ഐ എം സ്റ്റാർട്ടിംഗ് ദിസ് ലെറ്റർ ടു യു എന്ന് പറഞ്ഞിട്ട് എഴുതി കഴിഞ്ഞാൽ മെയിൻ ബോഡിയിൽ ഇന്ന കാരണമാണ്, ഇന്നൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയാം. പിന്നെ നിങ്ങളെ വ്യൂ പോയിന്റ്, നിങ്ങളെ റൈറ്ററെ ഒപ്പീനിയനൊക്കെ അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്ത് പറയാം. ഓക്കെ, ദെൻ കൺക്ലൂഡ് ചെയ്യുമ്പോൾ എന്താ പറയാ? അവരെ കുറച്ച് ഇംപ്രസ് ചെയ്യുന്ന രീതിയിൽ നിങ്ങളെ ന്യൂസ് പേപ്പറിൽ ഈ ഒരു പ്രശ്നം വന്നാൽ, ഈ ഒരു പ്രോബ്ലം വന്നാൽ അത് സോൾവ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കാം. അതെങ്ങനെയാ? അതും പഠിച്ചു നോക്കുക. അതൊരു സെന്റൻസ് പഠിച്ചു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് സിമ്പിൾ ആയില്ല, അത് ഏത് വന്നാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഫോർ ഐ റിക്വസ്റ്റ് യു ടു ഹൈലൈറ്റ് ദ ഇഷ്യൂ എസ്റ്റീംഡ് ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് ജനറേറ്റ് പബ്ലിക് ഇൻട്രസ്റ്റ്. ഓക്കെ, നിങ്ങളെ ന്യൂസ് പേപ്പറിൽ ഇത് വരികയാണെങ്കിൽ ഇത് അത്രയും ജനങ്ങളിലേക്ക് എത്തും. എന്തെങ്കിലും ഒരു പ്രശ്നം പരിഹരിക്കാൻ ഒരു സൊല്യൂഷൻ ആയിട്ട് നിങ്ങളെ ന്യൂസ് പേപ്പറിൽ വന്നാൽ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ കുറച്ചൊന്ന് ഇംപ്രസ് ചെയ്യുന്ന രീതിയിൽ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് നോക്കുക. ഓക്കെ, കൺക്ലൂഷന്റെ ലാസ്റ്റ് എഴുതുക. ഹോപ്പ് ദിസ് ഇൻഫർമേഷൻ ഹാസ് ബീൻ യൂസ്ഫുൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൺക്ലൂഡ് ചെയ്യുക. ക്ലിയർ? സൈനിങ് ഓഫ് എങ്ങനെ ചെയ്യാം? ഫെയ്ത്ത്ഫുള്ളി എന്ന് എഴുതിയിട്ട് സൈനും നെയിമും അവിടെ കൊടുക്കുക. ഓക്കെ, ഇത്രയാണ് ഒരു ഫോർമൽ ലെറ്ററിന് ആവശ്യമുള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? ജസ്റ്റ് റിവൈസ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ഫോർമാറ്റ് പഠിച്ചു. ഫോർമൽ ലെറ്ററിന്റെ സെന്റേഴ്സ് അഡ്രസ്, ഡേറ്റ്, റിസീവേഴ്സ് അഡ്രസ്, സബ്ജക്ട്, സാലുട്ടേഷൻ, ഇൻട്രൊഡക്ഷൻ, ദെൻ മെയിൻ ബോഡി, കൺക്ലൂഷൻ, സൈനിങ് ഓഫ്. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് നോക്കുക. കൺക്ലൂഷൻ പാർട്ട് ബൈ ഹാർട്ട് ചെയ്യുക. ഇൻട്രൊഡക്ഷൻ പാർട്ട് 2-3 ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക. ദെൻ സാലുട്ടേഷൻ ഒക്കെ നമ്മൾ സിമ്പിൾ ആണ്. ദെൻ സബ്ജക്ട് മാറ്റർ ബ്രീഫായിട്ട് എഴുതാൻ ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്താണ് ഫുൾ മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒന്നും കിട്ടുന്നില്ല എങ്കിൽ പോലും, ഒന്നും പഠിക്കാതെ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ ഫോർമൽ ലെറ്ററിനും പറഞ്ഞതുപോലെ തന്നെ ടെക്സ്റ്റ് ബേസ് ആണ് നിങ്ങൾക്കൊരു ഫോർമൽ ലെറ്റർ എഴുതാൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റിലെ കാര്യങ്ങളൊന്നും അറിയില്ല എങ്കിലും നിങ്ങൾക്ക് ഫോർമാറ്റ് മാത്രം എഴുതി കുറച്ച് പറ്റുന്നത് പോലെ എക്സ്പ്ലെയിൻ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് പകുതിയിലധികം മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. അല്ല ഒരു പബ്ലിക് ഇഷ്യൂ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിൻ ബോഡി ജസ്റ്റ് പബ്ലിക് ഇഷ്യൂ തന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫോർമാറ്റ് ഒക്കെ വെച്ചിട്ട് ബോക്സിലാക്കി വെക്കുക. ഇപ്പോഴൊക്കെ നിങ്ങൾക്ക് ഫുൾ മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. താങ്ക്